മഴ മാറി വേനൽ ആരംഭമായതോടെ തൃത്താല വെള്ളിയാങ്കല്ലിൽ ജലസംഭരണം തുടങ്ങി. നേരത്തെ തന്നെ ജലസംഭരണം ആരംഭിക്കുന്നതിലൂടെ കുടിവെള്ള പദ്ധതികളുടെ പമ്പിങ്ങിന് ഇത് സഹായകരമാകും. ഷട്ടറുകൾ താഴ്ത്തിയതോടെ തൃത്താല മുതൽ പട്ടാമ്പി പഴയകടവ് വരെയും വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട്. പട്ടാമ്പി നഗരസഭയിലെ കുടിവെള്ള പദ്ധതികൾക്കും മുതുതല പഞ്ചായത്തിലെ പദ്ധതി പ്രദേശത്തും നിലവിൽ ജലനിരപ്പുണ്ട്. തോട്ടുകണ്ടം കടവിലും മുതുതലയിലും താൽക്കാലിക തടയണകൾ കെട്ടിയാണ് മുൻവർഷങ്ങളിൽ വേനലിലേക്ക് ജലസംഭരണം നടത്തിയിരുന്നത്. നേരത്തെ തന്നെ ജലസംഭരണം ആരംഭിക്കുന്നത് കുടിവെള്ള പദ്ധതികളുടെ പമ്പിങ്ങിന് സഹായകരമാണ്. 11 മേജർ കുടിവെള്ള പദ്ധതികളും തൃശൂർ ജില്ലയിലെ നിരവധി പഞ്ചായത്തുകൾക്കും 3 നഗരസഭകൾക്കും വെള്ളമെത്തിക്കുന്ന പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതി തൃത്താല റെഗുലേറ്ററിന് കീഴിലുണ്ട്. തൃത്താല മേഖലയിലെ തിരുമിറ്റക്കോട്, ചാലിശ്ശേരി, നാഗലശ്ശേരി പഞ്ചായത്തുകളിലേക്കും പാവറട്ടി പദ്ധതിയിൽ നിന്നും കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട്. പാവറട്ടി പദ്ധതിയുടെ പ്രവർത്തനത്തിന് മാത്രം ദിവസവും 40 ദശലക്ഷം ലിറ്റർ വെള്ളം വേണം. പദ്ധതി നിലച്ചാൽ ദുരിതത്തിലാവുക 15,000-ലധികം ഗുണഭോക്താക്കളാണ്. റെഗുലേറ്ററിന്റെ പരമാവധി സംഭരണശേഷി 4.5 മീറ്ററാണെങ്കിലും വേനലിൽ ഇത്രയും ജലനിരപ്പ് നിലനിർത്താനാവാറില്ല. ദിവസേനയുള്ള പമ്പിങ്ങും ബാഷ്പീകരണം മൂലം പുഴയിലെ വെള്ളം താഴുന്നതും ജലനിരപ്പ് ദിവസേന കുറയുന്നതിനിടയാക്കുന്നുണ്ട്. ജലനിരപ്പ് കാര്യമായി താഴ്ന്നാൽ മലമ്പുഴ വെള്ളമാണ് ആശ്രയം. ജലനിരപ്പ് തുടർച്ചയായി നിലനിർത്തിയാൽ മാത്രമേ പമ്പിംഗ് തടസ്സമില്ലാതെ നടത്താനാവുകയുള്ളൂ. NCV ന്യൂസ്, തൃത്താല. സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് നേടാം പ്രത്യേക ഡിസ്കൗണ്ടുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 20% സ്പെഷ്യൽ ഓഫർ, ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ, സൗജന്യ കാതുകുത്തൽ, വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.